എനിക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കേണ്ട മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ കാര്യത്തിലും ഒറ്റയ്ക്കാണ് മനസ്സിലായ. അപ്പോൾ ഇവിടുന്ന് മൂവ് ഓൺ ചെയ്യുക, അതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഞങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ണാപ്പി ഒരു സ്റ്റോറി ഇട്ടായിരുന്നു. നിങ്ങളെല്ലാവരും കണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. കണ്ണാപ്പി ഒരു സ്റ്റോറി ഇട്ടിട്ട് സ്ട്രീമിംഗ് കരിയറും ഷോകളും എല്ലാം ഇതെല്ലാം നിർത്തുവാണെന്നുള്ള രീതിയിലൊരു ഇതിട്ടായിരുന്നു. ഞാൻ ലൈവ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഗൈസ് എനിക്കത് ഞാൻ അവനെ കുറേ വട്ടം വിളിച്ചായിരുന്നു. ഞാൻ വിളിച്ചിട്ട് പെട്ടെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ബാഡ് അടിച്ചപ്പോൾ ഞാൻ നേരെ നേരെ പോയി എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 1.5-2 മണിക്കൂറുണ്ട് അവൻ്റെ വീട്ടിലോട്ട്. അപ്പോൾ ഞാൻ വണ്ടി എടുത്ത് നേരെ അവൻ്റെ വീട്ടിലോട്ട് പോയിട്ട് അവനെ കണ്ട് അവൻ അച്ഛനോടും അമ്മയോടൊക്കെ കുറച്ച് ചെറിയൊരു വഴക്കും കാര്യങ്ങളൊക്കെ ഇട്ട് ശോകം അടിച്ച് പിണങ്ങിയൊക്കെ ഇരുന്നതിൻ്റെ പുറത്ത് ഇട്ടതാണത്. അപ്പം ഞാൻ ഇവിടെ ചെന്ന് അവൻ്റെ അടുത്ത് സംസാരിക്കാൻ പോയി. അവൻ ഓക്കെ ആയി, അവൻ വരും കേസ്. അവൻ അന്നേരത്തെ ഒരു ഇതിൻ്റെ പേരിൽ ഇട്ടതാണ്, ലൈക്ക് മനസ്സിലായി, വീട്ടുകാരുടെ അടുത്തൊക്കെ ഉള്ളൊരു ചെറിയൊരു പിണക്കത്തിൻ്റെ പേരിൽ ഇട്ടതാണ്. അപ്പോൾ അവൻ ലൈവ് ഇട്ടോളൂ. അപ്പോൾ റിബലിനെ ഞാൻ നേരിട്ട് കണ്ടായിരുന്നു അന്ന്. റിബലും രായനും ഗുലാനും വന്നിട്ടുണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചു. എനിക്ക് ഇൻസൈഡ് ദ ഗെയിമിലുള്ള കാര്യങ്ങളല്ലാതെ ഔട്ട്സൈഡ് വെളിയിൽ കാണുമ്പോഴും ആ ശത്രുത കാണിക്കാൻ എന്തായാലും എനിക്കത് പറ്റത്തില്ല. അതുകൊണ്ട് അതിപ്പോൾ അവരും അത് ചെയ്തിട്ടില്ല. എന്നോട് വന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ച് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആൻഡ് മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിനകത്ത് സംസാരിച്ചിട്ട് അത് ഒരു പോസിറ്റീവ് ന്യൂസിൻ്റെ കൂടെ തന്നെ അതിൻ്റെ കൂടെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ കൂടെ ഇറങ്ങിയ പിള്ളേർ സെറ്റ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അടി, വഴക്ക്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഒരു കാര്യം മാത്രം സംസാരിച്ച് തീർത്താൽ ഫിക്സ് ആവുന്ന ഒരു കാര്യമല്ല. അതിൽ ഇറങ്ങിയ ആൾക്കാർ, നിൽക്കുന്ന ആൾക്കാർ തമ്മിലുള്ള വഴക്ക്, പിന്നെ എനിക്ക് ബാക്കിയുള്ളവരായിട്ടുള്ള കാര്യങ്ങൾ, അതെല്ലാം കൂടി ഒരുമിച്ച് ഇപ്പോൾ അവരൊരുമിച്ച് പോയതാണ്. ഒരുമിച്ച് തിരിച്ച് വരിക എന്നുള്ളൊരു കാര്യം പോസിബിൾ അല്ല. കുറേ വന്നാലും രണ്ട് ഇതായിട്ടൊക്കെ നിൽക്കുന്നത് നിങ്ങൾ കാണേണ്ടി വരും. അതായത് അവിടുത്തെ കുറേ പിള്ളേർക്ക് ഇവിടുത്തെ പിള്ളേരുടെ അടുത്ത് ഇതല്ല, അങ്ങനെ കുറേ കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ അത് പറയാനുള്ള കാര്യം ഞാനവിടെ പറഞ്ഞ് നമ്മളെല്ലാം ഇതാക്കിയിട്ടുണ്ട്. ഗൗതകൃഷ്ണ ബ്രോ താങ്ക് യു സോ മച്ച് ഓഫ് 40. കരൺ ബ്രോ താങ്ക് യു സോ മച്ച് ഓഫ് 40. ഫസ്റ്റ് ബൈറ്റ് താങ്ക് യു സോ മച്ച് ഓഫ് 40. അണ്ണ ഗുഡ് മോർണിംഗ്. അച്ഛരത് താങ്ക് യു സോ മച്ച് ഓഫ് 100. താങ്ക് യു. സഞ്ജീവ് ബ്രോ താങ്ക് യു. നമ്മൾ അടൂർ വെച്ച് മീറ്റ് ചെയ്തായിരുന്നു ബ്രോ മെനഞ്ഞാന്ന്. ലിൻഡോ ഷിവ് ബ്രോ എനിക്ക് ഓർമ്മയുണ്ട്, അജ്ഫാൻ്റെ ഫ്രണ്ട് വെച്ച് കണ്ടത് ഓർമ്മയുണ്ട്. അതുകൊണ്ട് ഹായ് വെൽക്കം സ്ട്രീം. അപ്പോൾ ഇതൊക്കെയായിരുന്നു കാര്യങ്ങൾ മെയിനായിട്ട്. പിന്നെ മെയിൻ ഒരു കാര്യം പറയാം ഗൈസ്, ഇനി നമുക്ക് സിറ്റിയിൽ അങ്ങനെ ഒരു ഫ്രണ്ട്ലി ഗ്യാങ് എന്ന് പറയാൻ ടി വി മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? ടി വിയെ മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു ഇഷ്യൂവും കാര്യങ്ങളൊക്കെ കറൻ്റ്ലി ഇപ്പം നമ്മൾ ഇല്ല എന്നുള്ളൊരു കാര്യം കറൻ്റ്ലി നമുക്കൊരു ഇഷ്യൂസും കാര്യങ്ങളും അല്ലെങ്കിൽ നമുക്ക് ഒരു ഉപദ്രവം അല്ലെ നമ്മളെ വേറെ ഇതൊന്നും ഇതാക്കാതെ ഒരു ഗ്യാങ് വേറെ ഉണ്ടെങ്കിൽ അത് ഇനിയിപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ KVA മാത്രമേ ഉണ്ടാവുള്ളൂ. വേറെ ആരും ഉണ്ടാവില്ല നമ്മുടെ കൂടെ. അത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാണ്. അതൊക്കെ കണ്ട് ഞാൻ ജീവിതം വെറുത്തു പോയി. അതുകൊണ്ടാണ് ഇന്നലെ ലൈവ് വരാഞ്ഞത്. വേറൊരു ഗ്യാങ് നമുക്കില്ല സിറ്റിയിൽ കറൻ്റ്ലി, മനസ്സിലായോ? അത് എനിക്ക് ഭയങ്കര ബാഡായി. ഇനി എനിക്കിവിടെ ഇങ്ങനൊരു VC വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നിങ്ങളാരും ഇവിടെ വേറെ ആൾക്കാരെ ആരും കാണാറില്ല. പിന്നെ നമ്മുടെ VC ഇപ്പോൾ വേറെ ആരും യൂസ് ചെയ്യാറില്ല. ഈ കൊടുത്തിരിക്കുന്ന VCകളൊന്നും ഇവർക്കാർക്കും ഇനി വേണ്ട എന്നാണ് ഞാൻ ഒഫീഷ്യലി അറിയാൻ സാധിച്ചത്. അവരുടെ സൈഡിൽ നിന്ന് ഞാൻ ഒഫീഷ്യലി അപ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി സിറ്റിയിൽ അങ്ങനൊരു നമുക്ക് വേണ്ടിയിട്ട് അവരൊക്കെ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഗൈസ്. കാരണം ആ POV ഒന്നും വെറുതെ എടുത്തു വെച്ച് ഇവിടെ കാണിക്കാനുള്ള ഒരു താല്പര്യമില്ല. എല്ലാവരും ഇത്രയും നാളത്തെ ഒരു ഇതുണ്ടായിരുന്നല്ലോ, അതങ്ങനെ പോന്നോട്ടെ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നാളെ പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് അവരുടെ സൈഡിൽ സിറ്റിയിൽ അങ്ങനെ എന്തെങ്കിലും ഫേസ് ചെയ്യേണ്ട വന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ബാഡ് ആവുന്നതിന് മുമ്പാണ് ഇങ്ങോട്ട് പറഞ്ഞത്, ഇപ്പോഴേ പറഞ്ഞത്. TS സുൽത്താൻ ബ്രോ താങ്ക് യു സോ മച്ച് 40. ലിനക്സ് താങ്ക് യു സോ മച്ച് 29 ബ്രോ. അണ്ണ ക്ലാസ്സിലാണ്, എന്താണ് ചെയ്യാനുള്ളതെന്നോ? എന്താണ് ചെയ്യാനുള്ളത്? ഞാൻ വെറുതെ ചുമ്മാ വന്നാണ്, ഞാൻ ഇത് കളിക്കാൻ വന്നതാണ്. എനിക്ക് മനസ്സിലായില്ല നീ എന്താ പറഞ്ഞതെന്ന്. അപ്പം അതങ്ങ് വിശ്വസിച്ചാൽ മതി. ഇതെല്ലാവരും രായം ബ്രോ ഉണ്ടാക്കിയതുകൊണ്ടാണോ ബ്രോ? അങ്ങനൊന്നും ആയിരിക്കത്തില്ലടാ. അല്ല ഞാൻ എനിക്കത് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ അറിഞ്ഞപ്പോൾ ഭയങ്കര വിഷമമായി ഗൈസ് എനിക്ക്. അതുകൊണ്ട് ഞാൻ പറയാണ്, നിങ്ങളിങ്ങനെ ഗെയിമിൽ
ഒന്നും വേറെ ആരുടെ സപ്പോർട്ടും കാര്യങ്ങളൊന്നും ടി വിക്ക് പ്രതീക്ഷിക്കരുത്. അത്രേ ഉള്ളൂ. അത് പറയാൻ അത് അത്രേ പറയുള്ളൂ. വേറൊന്നും പറയാനില്ല. നത്തിങ് ഈസ് പെർമനന്റ് നല്ലതാണ്. അതെ 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 അങ്ങനെയൊക്കെ ആയിരിക്കും. പോട്ടെ പോട്ടെ കുഴപ്പമില്ല 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 കുഴപ്പമില്ല. ഓൾ ഗുഡ് ഓൾ ഗുഡ് ഓൾ ഗുഡ് ഓൾ ഗുഡ്. ഞാനിത് ആലോചിച്ചോണ്ടിരുന്നത് ഇങ്ങനെ ഇത് ആലോചിച്ചോണ്ടിരിക്കത്തേ ഉള്ളൂ. മനസ്സിലായി. ഇതിങ്ങനെ ബാഡായിക്കൊണ്ടിരിക്കും എനിക്ക്. ഉം. ഉം 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 ഉം. ഉം. ഉം 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 ഉം. ആ കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു. ഗൈസ് എല്ലാവർക്കും വെൽക്കം സ്ട്രീം. എല്ലാവർക്കും വെൽക്കം സ്ട്രീം. എല്ലാവർക്കും വെൽക്കം 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 വെൽക്കം. ഇന്ന് ആരും ഇല്ലെന്ന് തോന്നുന്നു കളിക്കാനൊന്നും കേട്ടാ. ഞാൻ നല്ല വരുവാണെങ്കിൽ നമുക്ക് കളിക്കാം. ഗൈസ് എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. എല്ലാവർക്കും വെൽക്കം. ഹൈ 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 ഹൈ.